മക്കളെ, അടുത്ത ക്വസ്റ്റ്യനാണ്. ട്രയാങ്കിൾ എ ബി സി എന്താണ്, ആംഗിൾ ബി എന്നത് 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ ബി 1ഉം ബി സി 2 ആണ്. അപ്പോൾ ബി സിയിൽ ഉള്ള 2 പോയിന്റ്സ് ആണ് ഡിയും ഇയും. സച്ച് ദാറ്റ് എന്താണ്, ഇ ലൈസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഡി ഇ എഫ് ജി എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ലൈസ് ഓൺ എ സി ആൻഡ് ജി ലൈസ് ഓൺ ദ സർക്കിൾ ത്രൂ ബി വിത്ത് സെൻറ്റർ എ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി എഫ് ജി എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ ഇതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബി എന്നത് 90 ഡിഗ്രിയാണ്. എ ബി എന്നത് 1 ആണ്. എ ബി 1ഉം ബി സി എന്നത് 2 ആണ്. പിന്നെ ഇവിടെ മറ്റൊരു സ്ക്വയർ ഉണ്ട് ഇവിടെ. അതിങ്ങനെയായിരിക്കുക എൻ്റെ പ്രത്യേക. അപ്പം നമുക്ക് ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി എഫ് ജി ആണ്. ജി കിടക്കുന്ന ഈ സർക്കിളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എ ബിയുടെ ഡബിൾ ആണല്ലോ മക്കളെ, എ ബിയുടെ ഡബിൾ ആണ് ബി സി. നമുക്കിപ്പോൾ സൈഡ്സ് ഒക്കെ എ ആണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി എന്തിന് സിമിലർ ആണ്? ട്രയാങ്കിൾ എഫ് ഇ സിക്ക് സിമിലർ ആണ്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എഫ് ഇ സിയും സിമിലർ ആണ്. അപ്പോൾ എ ബിയുടെ ഡബിൾ ആണ് ബി സി. അപ്പോൾ അതുകൊണ്ട് എഫ് ഇയുടെ ഡബിൾ ആവണം ഇത് 2a വരണം അല്ലേ? സിമിലർ ആയതുകൊണ്ട് എഫ് ഇയുടെ ഡബിൾ ആണ്. രണ്ട് എ ബി സിയും എഫ് ഇ സിയും സിമിലർ ആയതുകൊണ്ട് എഫ് ഇയുടെ ഡബിൾ ആണ് ഇ സി 2a. അപ്പോൾ ബി സി എന്നത് മൊത്തം എത്രയാണ് മക്കളെ? മൊത്തം എത്രയാണ്? 2 അല്ലേ? അപ്പോൾ ബി ഡി എന്നത് 2 - 3a ആണ്. ഇനി നമ്മൾ നോക്കി, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ നോക്കി. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ എന്ത് മനസ്സിലായി? ആ സ്ക്വയറിൻ്റെ സൈഡ് എ ആയതുകൊണ്ട് ഈ ലെങ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എം എന്ന് വല്ലതൊക്കെ വിളിക്കാം. ഈ ലെങ്ത്ത് എം ബി എന്നുള്ളത് എ ആണ്. എ ബി 1 ആയതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ 1 - a ആണ്. നമ്മൾ എ എം ജി എന്ന ട്രയാങ്കിൾ എടുത്തു. എ എം ജി അവിടെ എ എമ്മിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 1 - a യും എം ജിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 2 - 3a യുമാണ്. 1 - a യും 2 - 3a. പിന്നെ എ ജി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ റേഡിയസ് ആണ്. അത് എ ബി തന്നെയാണ്, 1 തന്നെയാണ്. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. 1 - a ഹോൾ സ്ക്വയർ പ്ലസ് 2 - 3a ഹോൾ സ്ക്വയർ = 1 എന്ന് പറയും. 1 സ്ക്വയർ. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 10a സ്ക്വയർ മൈനസ് 14a പ്ലസ് 1 = 4 = 0 എന്ന് പറയും. ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ a - 1 × 10a - 4 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 1 ആവാം, 4/10 ആവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 ആവാം. എയുടെ വാല്യൂ 1 ആവാം, 2/5 ആവാം. എയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വന്നു? യെസ്,
എന്ത് വന്നു, എം എന്ന് വെച്ചാൽ ബിയിൽ വന്നു. എയുടെ വാല്യൂ 1 അല്ലേ? യെസ്. എം എന്ന് പറഞ്ഞാൽ എയിൽ വന്നു. എം എന്ന് വെച്ചാൽ എയിൽ വന്നു. അപ്പോൾ അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ളത് ഏതാണ്? എം എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് മാറിയുള്ള താഴെയുള്ള പോയിന്റാണ്. അപ്പോൾ നമുക്ക് എ എന്ത് എടുക്കാൻ കഴിയുള്ളൂ? എ എന്ന് പറഞ്ഞാൽ 2/5 ആണ്. 1 എടുക്കാൻ കഴിയില്ല. അപ്പോൾ 1 സൈഡുള്ള, അപ്പോൾ നോക്കി എ ബി എന്ന് വെച്ചാൽ 1 ആണ്. 1 സൈഡിലുള്ള ഒരു റെക്റ്റാങ്കിൾ അല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. 1 കുറവ് സൈഡുള്ളതാണ്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 2/5 എന്ന് കിട്ടി. അപ്പോൾ ഈ ഏരിയ ഓഫ് ഡി എഫ് എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അത് 4/25 ആണ്. ഇതിനെയാണ് M/N തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് M+N ആണ്. 4 + 25 എന്നത് നമുക്ക് 29 എന്ന് കിട്ടും. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് എ ബി സിയും എഫ് ഇ സിയും സിമിലർ ആയതുകൊണ്ട് ഏത് ഡബിൾ ആണ് ടു എ. അപ്പോൾ ആ ട്രയാങ്കിൾ എ എം ജിയിൽ എ എം എന്നത് 1 - എയും എം ജി എന്നത് 2 - 3എയും എ ജി എന്നത് സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്. അപ്പോൾ പൈതോറസ് തിയറം അനുസരിച്ച് നമുക്ക് എയുടെ വാല്യൂ 2/5 ആണ്. എ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് 29 എന്ന് ലഭിക്കും. 29 ആണ് നമ്മുടെ ആൻസർ.